രാത്രി 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോവാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, ദോശയുടെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വെഞ്ഞാറമൂട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശ കഴിക്കുന്ന വീഡിയോ എല്ലാവരും തീർച്ചയായും ഫുൾ കാണണം കേട്ടോ. എവിടെ പോകുന്നു രാത്രി? എത്ര ദോശ ഉണ്ട്? 151 പരം ദോശകൾ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ഇറങ്ങി. ഇനി നമുക്ക് അച്ഛനെ പിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അച്ഛൻ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അനുത്രിയുടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അച്ഛനാണ് പിന്നെ വണ്ടി ഓട്ടിക്കുന്നത്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് അവർ ഇറങ്ങി, ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മളെക്കാത്ത് കുറച്ച് നേരമായിട്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ നമ്മളിനി നേരെ പോവുകയാണ്. വെഞ്ഞാറമൂട് എത്താൻ ഇവിടെ നിന്നൊരു 15 മിനിറ്റ് കേട്ടോ, അതിനുള്ളിലെത്തും. പക്ഷേ വെഞ്ഞാറമൂട് എത്തിക്കഴിഞ്ഞാലാണ് ചിലപ്പോൾ ബ്ലോക്കായിരിക്കും. നമ്മൾ പോയിട്ടൊന്നും ബ്ലോക്ക് ഇല്ലായിരുന്നു. എപ്പോഴും വെഞ്ഞാറമൂട് ജംഗ്ഷൻ കഴിയാൻ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. നമ്മുടെ കണിയാപുരം പോകുന്നതും വെഞ്ഞാറമൂട് പോകുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. എപ്പോഴും നല്ല ബ്ലോക്കുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് ഈ ദോശക്കട എത്തിയിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ദോശക്കട വരുന്നത്. ആശ തീരുവോളം ദോശ എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ദോശ കഴിക്കാനുള്ള സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ഡൈനിങ് എന്ന് പറഞ്ഞാൽ. പോലെ റോഡാണ്. അപ്പോൾ വണ്ടിയൊക്കെ നമുക്ക് കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ടാണ് പറ്റുന്നത്. റോഡാണ്, റോഡിന് ചേർന്ന് തന്നെയാണ് ഷോപ്പ്. അപ്പം നമ്മൾ 2-3 തരം ദോശകളാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഒരു ദോശ തന്നെ അവർ 4 പീസാക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈസൂർ ദോശ, പിന്നെ ചിക്കൻ ദോശ, പനീർ ദോശ, അങ്ങനെ കുറച്ച് വെറൈറ്റി ദോശസ് പരിചയപ്പെടും കേട്ടോ. പിന്നെ ഏതോ ഒരു ജെല്ലി, അങ്ങനെ എന്തോ ഒരു ജെല്ലിഫർ, അങ്ങനെ ഒരു ദോശ ഉണ്ടായിരുന്നു. ആക്ച്വലി ചിക്കൻ ദോശ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പ്ലെയിൻ ദോശയും മേടിച്ചായിരുന്നു. പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് പ്ലെയിൻ ദോശയും വേണമായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ ദോശ മസ്റ്റ് ട്രൈ ആണ്. പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചിക്കൻ ദോശ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പനീർ ദോശ. പനീർ ദോശയിൽ വരുന്നത് ദോശ ഇതുപോലെ സെപ്പറേറ്റ് ദോശയും ഗ്രേവി പനീർ ചില്ലിയും സെപ്പറേറ്റാണ് തരുന്നത് കേട്ടോ. അതും അടിപൊളിയായിരുന്നു. കുട്ടികളൊക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ വെഞ്ഞാറമൂടിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. വെഞ്ഞാറമൂട് ജംഗ്ഷൻ കഴിഞ്ഞോടെ പുതിയ സ്റ്റുഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ സഹാറ അൽ മന്തി, അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ദോശക്കട വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളെപ്പോഴും മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനത്തെ ദോശകളല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ.